ശിരൂരിലെ രക്ഷാദൗത്യത്തിനായി തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജം. യന്ത്രം എത്തിക്കുന്നതിന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല. ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് പരിശോധിച്ച ശേഷമായിരിക്കും യന്ത്രം കർണാടകയിൽ എത്തിക്കുക. ഒഴുക്ക് പരിശോധിക്കാൻ തൃശൂരിലെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള സംഘം ശിരൂരിലേക്ക് പുറപ്പെട്ടു. തൃശൂരിലെ കാർഷിക ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ആസ്ഥാനമായ കമ്പനിയെ കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയതാണ് ഡ്രഡ്ജിംഗ് യന്ത്രം. ജലോപരിതലത്തിൽ സുഗമമായി യാത്ര ചെയ്ത് 25 അടി താഴ്ചയിൽ ചെളി നീക്കം ചെയ്യാൻ കഴിയുമെന്നതാണ് യന്ത്രത്തിന്റെ സവിശേഷത. അർജുനായുള്ള തിരച്ചിലിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയും എന്നതിനാൽ കേരളം തന്നെയാണ് യന്ത്രത്തിന്റെ കാര്യം കർണാടക സർക്കാരിനെ അറിയിച്ചത്. പക്ഷേ യന്ത്രത്തിന് അനുമതി നൽകാൻ ഇതുവരെയും കർണാടക സർക്കാർ തയ്യാറായിട്ടില്ല. ഗംഗാവലി പുഴയിലെ ഒഴുക്കിനെ പ്രതിരോധിക്കാൻ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന് കഴിയുമോ എന്ന ആശങ്കയാണ് അനുമതി നൽകാൻ വൈകുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നദിയിൽ തിരച്ചിൽ നടത്തുന്നതിനായുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ഇതോടെ കേരളത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം ശിരൂരിലേക്ക് പുറപ്പെട്ടു. ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനുമാണ് യാത്ര തിരിച്ചത്. ശിരൂരിലെത്തി പരിശോധനകൾക്ക് ശേഷം യന്ത്രം കൊണ്ടുപോകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ ഡ്രഡ്ജർ തൃശൂർ എൽത്തുരുത്ത് കനാൽ വൃത്തിയാക്കുന്നതിനായി ഉപയോഗിച്ചു വരികയാണ്. 24 തൃശൂർ.